ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ദുബായിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അസഹനീയമായ തണുപ്പാണ്, ഒരു രക്ഷയില്ല. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ദുബായ് മറീനയിലേക്കാണ്. അവിടുത്തെ ക്രൂയിസും കാഴ്ചകളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള തിരക്കുണ്ടായിരുന്നു. സോ ഈ കാണുന്നതാണ് ഐൻ ദുബായ്. സോ അതിൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ ലൈറ്റ് വർക്ക്സ് ഒക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഒരു സംശയമായിരുന്നു ഇവരെങ്ങനെയാണ് ഈ ചെയ്യുന്നതെന്ന്. പിന്നെയാണ് സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഡ്രോണിൻ്റെ എന്തോ ഒരു കളിയാണ് ഇവർ ഈ ഇങ്ങനെ പല രീതിയിലുള്ള പിക്ചേഴ്സ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന്. ദുബായിലുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തിയാൽ നമുക്ക് എല്ലാ രാജ്യത്തെ ആൾക്കാരെ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ്. അതായത് എല്ലാ നാഷണാലിറ്റീസും ഒരു കുടക്കീഴിൽ തന്നെ. അങ്ങനെ ക്രൂയിസിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഫുള്ളായിരുന്നു, അത്രയും തിരക്കായിരുന്നു. നമ്മൾ കയറിയ ക്രൂയിസിൽ താഴെയും മുകളിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ചെന്നപാടെ വെൽക്കം ഡ്രിങ്ക് അവർ സെർവ് ചെയ്തു. സോ അതൊക്കെ കുടിച്ചിരുന്നപ്പോൾ പതിയേനെ ക്രൂയിസ് ബോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും ഫുള്ള് ലൈറ്റ്സും DJ പാർട്ടീസും ഒക്കെ ആയിരുന്നു ന്യൂ ഇയർ പ്രമാണിച്ച്. പിന്നെ ക്രൂയിസിനുള്ളിൽ അവർ മിന്നി തിളങ്ങുന്ന ലൈറ്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ എടുത്തു. ഇന്ത്യൻ, അറബിക് ആൻഡ് കോണ്ടിനെൻ്റൽ ഇതിലൊക്കെ വരുന്ന ഫുഡായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് വച്ചേക്കുന്ന സ്ഥലം ഓവർ ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ പതുക്കെ അത് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ബ്ലൂ വാട്ടേഴ്സ് ദുബായ്. സോ ക്രൂസിൽ നിന്നുള്ള വിഷ്വൽസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ ഭാഗത്തോട്ടൊക്കെ ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല പ്രോഗ്രാംസ് ഒക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. ഇതാണ് ഐൻ ദുബായിയുടെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ബ്ലൂ വാട്ടേഴ്സ് ദുബായും. പിന്നെ ഇഷ്ടം പോലെ സ്കൈ സ്ക്രേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ലൈറ്റ്സും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നപ്പോഴാണ് ഈ മനുഷ്യൻ്റെ കടന്നു വരവ്. പുള്ളി ഡനൗറ ഡാൻസ് ഒക്കെ കളിച്ച് ആംബിയൻസൊക്കെ കുറച്ചുകൂടെ കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ ഒരു ഡാൻസ് കളിക്കുന്ന ആർട്ടിസ്റ്റിന് തല കറങ്ങാറില്ലേ എന്ന്. പക്ഷേ അവരുടെ പ്രാക്ടീസ് കാരണം അവർക്ക് അതൊന്നും ഒരു വിഷയമില്ല. പിന്നെ പുള്ളി അങ്ങോട്ട് ദേഹത്ത് മൊത്തം ഇങ്ങനെ ബൾബിട്ട് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുകൊട്ടൊക്കെ പോലെ. പിന്നെ പുള്ളി കളിച്ച് കളിച്ച് എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിച്ചു. പിന്നെ എല്ലാ സീറ്റിൻ്റെ അടുത്ത് വന്നത് ഇതേപോലെ ഒരു സ്കേർട്ടിൽ ബൾബൊക്കെ ഫിക്സ് ചെയ്ത ഈ മിന്നാമിനിങ് സ്കേർട്ട് വെച്ച് പുള്ളി കൈകൊണ്ട് കറക്കി എന്തൊക്കെയോ കാണിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ കൂടെ ക്രൂസിലുണ്ടായിരുന്ന ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കൻസ് ആണെന്ന് തോന്നുന്നു. അവരുടെ വക ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ പോലെ എല്ലാ ഫോറിനേഴ്സ് അവർ എന്തൊരു ആഘോഷം ഉണ്ടായിരുന്നാലും ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങ് എല്ലാവരും വിത്തൗട്ട് ഏജ് എന്നൊരു ഫാക്ടർ അവരുടെ ഇടയിൽ ഒരു വിഷയമല്ല. അതൊക്കെ മറികടന്ന് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. മാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വരുന്ന വീഡിയോയിൽ കൂടെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടാറ്റ ആൻഡ് ബൈ.